ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഇന്നലത്തെ ഒരു ലൈവ് അപ്ഡേറ്റിൽ നടന്നൊരു സംഭവമാണ്. നമ്മുടെ സായി കൺഫെഷൻ റൂമിൽ പോയിട്ട് തീർത്തും വയ്യ എന്ന് പറയുന്നുണ്ട്. എന്താണ് സായി ക്വിറ്റ് ചെയ്യാൻ പോവുകയാണോ, അത് മെഡിക്കൽ റീസണിൻ്റെ പേരിലാണെന്ന് നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടതാണ്. അപ്പം ഞാനും അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇടണമെന്നൊക്കെ ആലോചിച്ചതാണ്. പിന്നീട് ആ കാര്യം മറന്നുപോയി. പിന്നീട് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഓർത്തത്. എന്തായാലും മിക്കവാറും ഈ ഒരു സീസൺ 6 നിന്ന് സായി പുറത്തേക്ക് പോകാനുള്ള സകല ചാൻസുമുണ്ട്. കാരണം സായിക്ക് തീർത്തും വയ്യ. നമുക്കറിയാം സായി മെഡിക്കൽ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. കാരണം ഡിസ്ക് ബൾജിങ്ങുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിനുള്ളിലേക്ക് വന്നത്. ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ പല ഫിസിക്കൽ ടാസ്കുകളും വരും. മേലിറങ്ങാതിരിക്കാനൊന്നും സാധിക്കത്തില്ല. ഡോക്ടർ പറഞ്ഞിരുന്നു വെയിറ്റ് എടുക്കരുത്, അതുപോലെ തന്നെ അധികം ബെൻഡ് ചെയ്യരുതെന്നൊക്കെ ഡോക്ടർ സായിക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഈ ഒരാഴ്ച വലിയ കാര്യമായ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ സായി നിൽക്കുന്നത്. എന്നാൽ എന്നും അത് സാധിക്കത്തില്ല. അത് സായിയും തുറന്നു പറയുന്നുണ്ട്. സായിനെ ഒരു ടീമിൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ടാസ്കിൽ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര വീക്കാകുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും സായിക്ക് ചെയ്യാനും സാധിക്കുന്നില്ല. അതിനാൽ തന്നെ സായിക്ക് ഇനി മുന്നോട്ട് എത്ര ദിവസം പോകാൻ പറ്റുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് എന്തുകൊണ്ടാണ് സായിക്ക് വേണ്ട വിശ്രമം കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുന്നത്? ഒരു മനുഷ്യന് ഫിസിക്കലി ഫിറ്റ് അല്ലാതെ ആകുമ്പോൾ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരികയല്ലേ വേണ്ടത്? മെഡിക്കലി ഫുള്ളി ഫിറ്റ് അല്ല എന്ന് പല രീതിയിലും ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അവിടെ മാക്സിമം ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ നിലനിർത്താനാണ് നോക്കുന്നത്. ബിഗ് ബോസിനറിയാം ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നും മെഡിക്കലി ഫിറ്റ് അല്ല, ഡിസ്ക് ബൾജിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു കണ്ടസ്റ്റൻറ്റിന് ഇനിയും അവിടെ നിന്ന് ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും? പുള്ളിക്ക് കൂടുതൽ സീരിയസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? ബിഗ് ബോസിനൊന്നുമില്ല, ആ ഒരു കണ്ടസ്റ്റൻറ്റിനല്ലേ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അപ്പം ബിഗ് ബോസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കുകയാണ് വേണ്ടത്. വേറെ ഒന്നുമല്ല, പുള്ളിയുടെ മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം. കാരണം പുള്ളി പലതവണ പറഞ്ഞു കഴിഞ്ഞു. എന്താണെങ്കിലും ഇന്നലത്തെ ആ ഒരു ലൈവിനുള്ളിൽ കൺഫെഷൻ റൂമിൽ നടന്ന സംസാരം വെച്ചിട്ട് ഇതിനു മുമ്പ് സായി പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് സായിക്ക് മിക്കവാറും ഈ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഇനിയും വരും. കാരണം നടുവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇത്ര ദിവസം ഈ പെയിനുമായിട്ട് നിൽക്കാൻ പറ്റും? ബിഗ് ബോസ് അത് കൺസിഡർ ചെയ്ത് ആ ഒരു മത്സരാർത്ഥിയെ പുറത്തേക്ക് ഇറക്കുകയാണ് വേണ്ടത്. സായി നമുക്കറിയാം, നമുക്ക് സായി വന്നപ്പോൾ മുതൽ ഒരു വാഴ എന്ന ഒരു കാറ്റഗറിയിലേക്ക് തള്ളിവിട്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. എന്നിരുന്നാൽ പോലും നിലവിൽ സീസൺ 6 എല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ 6 നിന്ന് സായും കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ദുരന്തത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് ഈ ഒരു സീസൺ 6. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബിഗ് ബോസും മാക്സിമം ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നിലനിർത്താൻ നോക്കുന്നത്. പക്ഷേ ഒരു മെഡിക്കൽ കണ്ടീഷൻ നോക്കിയിട്ട് വേണം ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നിലനിർത്താൻ, അല്ലാണ്ട് സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കാം. മിക്കവാറും ഈ ഒരു മെഡിക്കൽ റീസണിൻ്റെ പേരിൽ സായി ക്വിറ്റ് ചെയ്യാനാണ് സാധ്യത. ഇനിയിപ്പോൾ 4-5 ആഴ്ചകൾ കൂടിയേ ഉള്ളൂ. പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ പിടിച്ചു നിൽക്കട്ടെ. ബട്ട് എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.